സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനെ തുടർന്ന് ജലനിരപ്പ് വീണ്ടും താഴ്ന്ന ജലസംഭരണികൾ ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചത് 237 ദശലക്ഷം യൂണിറ്റിനായുള്ള നീരൊഴുക്കാണ്. എന്നാൽ 157 ദശലക്ഷം യൂണിറ്റിനുള്ള ജലം മാത്രമേ KSEBയുടെ അണക്കെട്ടുകളിൽ ആകെ ഒഴുകിയെത്തിയിട്ടുള്ളൂ. വേനൽ മഴ കാര്യമായി ലഭിച്ചെങ്കിലും കാലവർഷം ശക്തി പ്രാപിക്കാതെ പോകുന്നത് വൈദ്യുതി വകുപ്പിന് ഇരുട്ടടിയായി മാറുകയാണിപ്പോൾ. അണക്കെട്ടുകളിലൊന്നും പ്രതീക്ഷിച്ച ജലനിരപ്പ് ലഭിച്ചിട്ടില്ല. 237 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള ജലനിരപ്പ് പ്രതീക്ഷിച്ചുവെങ്കിലും ഇതുവരെ ലഭിച്ചത് 157 ദശലക്ഷം യൂണിറ്റിനുള്ള നീരൊഴുക്ക് മാത്രം. നേരത്തെ ഏർപ്പെട്ട 300 മെഗാവാട്ട് പ്രതിമാസ കരാർ നിലവിലുള്ളതിനാലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിയന്ത്രണമില്ലാതെ വൈദ്യുതി വിതരണം സാധ്യമാകുന്നത്. വേനൽക്കാലത്ത് ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും കൈമാറ്റ ഉടമ്പടി പ്രകാരം 10.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി KSEB വാങ്ങിയിരുന്നു. ഈ ആഴ്ച മുതൽ ഇത് തിരികെ നൽകി തുടങ്ങിയിട്ടുമുണ്ട്. 850 മെഗാവാട്ടിന്റെ കരാറുകളുടെ കാലാവധി കഴിഞ്ഞെങ്കിലും മാർച്ചിലെ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ജൂണിൽ വൈദ്യുതി ആവശ്യം കുറയാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്നു. അതിനാൽ ഈ മാസം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ വേറെ കരാറുകളിൽ ഏർപ്പെട്ടതുമില്ല. പക്ഷേ സംസ്ഥാനത്ത് വൈദ്യുത ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടാകാതെ വന്നതും നീരൊഴുക്ക് കുറഞ്ഞതും KSEBക്ക് തിരിച്ചടിയായി. കാലവർഷം ഇനിയും ദുർബലമായാൽ പഴയ നിയന്ത്രണ വേലകൾ ആവർത്തിക്കേണ്ടി വരുമോ എന്നാണ് വൈദ്യുതി വകുപ്പിന്റെ ആശങ്ക. ജനം, തിരുവനന്തപുരം.